എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ബോട്ടിൽ കപ്പ് ചലഞ്ച് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ ഇടുമ്പോൾ ഇത് നേരെ നിൽക്കും, എന്നിട്ട് ഇത് ചേഞ്ച് ചെയ്യണം. ഇത് കറക്റ്റായിട്ട് വരുമ്പോൾ അപ്പോൾ നമുക്ക് വീണ്ടും ചെയ്യാം. തെറ്റാണെങ്കിൽ ഒന്നും കൂടി ഇതിട്ടിട്ട് വീണ്ടും ചെയ്യാം. 2 പ്രാവശ്യമുണ്ട്. ഗെയിം കളിക്കുന്നതിന് മുമ്പ് ഒരാളെ ആവശ്യമുണ്ട്. അത് ഞാൻ മമ്മാനെ വിളിക്കുകയാണേ. മാതാശ്രീ come here. ഓക്കേ, മാമ വന്നിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കേ, ഇപ്പൊ 2 പേര് വന്നിട്ടുണ്ട്. ഗെയിം എങ്ങനെയാണെന്ന് പറഞ്ഞേ. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരാൾക്ക് 2 ചാൻസ് കൊടുക്കാവേ. 2 തവണ നമുക്ക് കുപ്പി ഇട്ട് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് റീഅറേഞ്ച് ചെയ്തിട്ട് കറക്റ്റ് പൊസിഷനിൽ വെക്കാം. അത് നമുക്ക് 2 തവണ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ചാൻസ് കുഞ്ഞാപ്പൂനെ തന്നെ കൊടുത്തോക്കാം. കുഞ്ഞാപ്പൂ കളിച്ചോട്ടോ. 2 തവണ കുപ്പി ഇടുക, 2 തവണ അത് റീഅറേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്റെ ചാൻസ് കറക്റ്റ് ആണോ? കറക്റ്റ് ആണോ? അടുത്തയാണോ? ഒരു ചാൻസ് കൂടെ. ഇല്ല ഇനി അടുത്ത കുഞ്ഞാമ്പൂന്നുണ്ട്. ഒരു ചാൻസ്. ശരിയാണോ? ശരിയാണോ അർജുൻ? ശരിയാണോ? ശരിയാണോ? അല്ല അപ്പൊ ഓക്കെ, ശരിയല്ല. അപ്പൊ കുഞ്ഞാമ്പു ആണ് അടുത്ത ചാൻസ്. കുഞ്ഞാമ്പു കളിച്ചോ. ഇച്ചിരി പൊക്കിയിട്ട കുഞ്ഞാമ്പു. ആ ഓക്കെ. ശരിയാണോ? ഒരു ചാൻസ് കൂടെ ഉണ്ട്. ശരിയായോ? ഓക്കെ, അപ്പൊ എന്റെ ചാൻസ്. ഇല്ല, ഒരു ചാൻസ് ഉണ്ട്. അർജുൻ പൊക്കിട്ടോ. ഇല്ല, കുഞ്ഞാമ്പു. ഇല്ല, സെക്കൻഡ് ചാൻസ് എല്ലാവരും കൈ. ഇല്ല, കുറച്ച് പയ്യെ ഇട്ടോട്ടോ, അങ്ങോട്ട് പോട്ടെ. ഇല്ല, കുഞ്ഞാമ്പൂ. അതെന്താ കുഞ്ഞാ പൊക്കിട്ടെ? ചാൻസ് കൂടെ. ഒരു ചാൻസ് ഇത് അറിഞ്ഞ തെറ്റില്ല. കുഞ്ഞാമ്പൂ പൊക്കിട്ടെ. ഇല്ല, പൊക്കിട്ട്. അർജുൻ. ഇല്ല, ശരിക്കും ഇല്ല. കുഞ്ഞാമ്പൂ ഇച്ചിരി പൊക്കിയിട്ടാ മതി. ഇച്ചിരി ഒന്നുകൂടെ പൊക്കിയിട്ടെ. ഇല്ല, ശരിയാണോ? കിട്ടുന്നില്ലല്ലോ ഗൈസ്. ശരിയായോ? ഒരെണ്ണം ശരിയാണല്ലേ? ഇപ്പൊ ശരിയാണോ? തെറ്റിപ്പോയി. 2 ശരിയായല്ലേ? ഞാൻ 2 ശരിയായി. 2 ശരിയായല്ലോ. ശരിയാണോ? അപ്പൊ ഈ ഗെയിമിൽ ഞാൻ ജയിച്ചു കേട്ടോ. ഈ ഗെയിമിൽ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഡാൻസ് ക്ലാസ് ഉണ്ട്. അപ്പൊ അതിന് പോവാണ്. കണ്ടു, പപ്പയാണ് വണ്ടി ഓടിക്കുന്നത്. ക്ലാസ് 1 മണിക്ക് തുടങ്ങും, 2 മണിയാകുമ്പോ തീരും. പിന്നെ 2 മണിക്ക് തുടങ്ങും, 4 മണിയാകുമ്പോ തീരും. സോറി, 2 മണിക്ക് തുടങ്ങും, 4 മണിയാകുമ്പോ തീരും. സമയത്തായി നോക്കി 2:10. സമയം 2:10. ഞങ്ങൾ ലേറ്റ് ആയി പോയി. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്.
നമുക്ക് ഡാൻസ് ക്ലാസ്സിൽ ചെന്നിട്ട് കാണാമേ. ബൈ. കുഞ്ഞാമോൻ്റെ ഡാൻസ് സ്കൂളിൻ്റെ അടുത്താട്ടോ മലങ്കര ഡാം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആൾക്ക് ഡാം കാണാൻ പോകണമെന്ന് പറഞ്ഞ് ബഹളം വെച്ച് ഇപ്പോൾ ഞങ്ങളെയും വിളിച്ച് ഡാമിലോട്ട് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കസിനായ ആദ്യം കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുന്ന വഴി റോഡൊക്കെ കുറച്ച് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ JCB കണ്ടിട്ട് ആദ്യം ഏതാണ്ടൊക്കെ പറയുന്നുണ്ട് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് ഇന്ന് കുറച്ച് തിരക്കൊക്കെ കാണും. ഡാമൊക്കെ നമ്മൾ ചുറ്റി നടന്ന് കണ്ടു. പക്ഷെ അവിടെ നിന്ന് വീഡിയോ അലൗഡ് അല്ല കേട്ടോ. ഇതിപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത ഭാഗത്തൊരു വ്യൂ ആണ്. ഇതിന് തൊട്ടടുത്തൊരു മിനി പാർക്ക് ഏരിയ ഉണ്ട്. ഇതിൽ പോയി കുഞ്ഞാകുമ്പോൾ ആദ്യം രണ്ടുപേരും രണ്ടു വഴി ഓടി. ഒന്നും മനസ്സിലാവില്ല ഏതിൽ പോയെന്ന്. അതേ നിൽക്കുന്നു കുഞ്ഞാമ്പൂ ഇതേ നിൽക്കണം. അവരുടെ റെഡ് റൈഡിൻ്റെ കുഞ്ഞാമ്പൂനെ അതിനെ കാണിച്ചു തരുന്ന രംഗമാണ്. ആദ്യം കുഞ്ഞാമ്പൂനെ വിളിച്ച് കയറ്റാൻ വേണ്ടിയിട്ടുള്ള പരിപാടിക്ക് നിൽക്കുന്നതാണ്. ആകെ നോക്കുന്നുണ്ട് കുഞ്ഞാമ്പൂനെ വിളിക്കാൻ. പക്ഷെ ആളും നടപടിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാറുമാണ്. ഇതിൻ്റെ അത് കയറാനാ ഞാൻ വീഡിയോ എടുക്കുന്ന ആൾ കണ്ടപ്പോഴത്തേക്കും ആൾ ഒന്നുകൂടെ കയറാന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും കയറാനുള്ള പരിപാടിയാണ്. ഇത് ആദ്യം വന്നില്ല. ഇത് ആദ്യം കേറിയില്ല കേട്ടോ. അതിനെ കൊണ്ടുപോവാ. ആദ്യം കൈ കാണിച്ചേ. കുഞ്ഞാമ്പൂ വേറെ വഴി പോയി. കുഞ്ഞാലെ കയറാം. ഇത് ആദ്യം നടന്നല്ലോ അടിക്ക് കാല് കുത്തിയിട്ട് ബാക്കിലോട്ട്. ആ കാല് എത്തുന്നില്ലേ? ഒരു സൂത്രം കാണിച്ചരാ. രണ്ടുപേരും ബാ. ഇത് അതിലെ റൗണ്ട് അടിച്ചിട്ട് വരാം. നല്ല അടിപൊളി വ്യൂ അല്ലേ? നോക്കിക്കേ എന്ത് രസമാണ് കാണാൻ. ഇവിടെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ആ ബാക്ക്ഗ്രൗണ്ടിലെ മറ്റേ ആ ഒരു ഫോറസ്റ്റിൻ്റെ ഏരിയയും ഈ റിവറും ഇതെല്ലാം വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി രസമായിരിക്കും. ഒത്തിരി ബെഞ്ചൊക്കെ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് ഇവിടേക്ക് ഇരുന്ന് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇരിക്കാം. ഇത് ഈ കാണുന്ന ഏരിയ ഉണ്ടല്ലോ, ഈ വെള്ളത്തിലോട്ട് ഈ നീണ്ടു നിൽക്കണ ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണ ഈ ഏരിയ, ഇത് ശരിക്കും അവർ ആർട്ടിഫിഷ്യലായിട്ട് എടുത്തേക്കുന്ന ഏരിയ കേട്ടോ. നമുക്ക് അവിടം വരെയൊക്കെ പോകാൻ പറ്റും. നടന്ന് ഈ പാർക്കിൻ്റെ സൈഡിൽ കൂടെ നടന്ന് അവിടം വരെ പോകാൻ വഴിയൊക്കെ ഉണ്ട്. ഫിലിമും പിന്നെന്താ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ ഷൂട്ട് ചെയ്യാനൊക്കെ ഒത്തിരി ആൾക്കാരൊക്കെ വരാറുണ്ട്. ഒത്തിരി ഫിലിമിൻ്റെ ലൊക്കേഷനായിട്ടുണ്ട് അത്. ലാസ്റ്റ് ടൈം വന്നപ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. അപ്പോൾ ദൂരേന്ന് ഇങ്ങനെ മലയുടെ അവിടെ നിന്ന് ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്ത് വരുന്നതൊക്കെ കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അന്ന്. ഇവർ രണ്ടുപേരും കുറച്ച് നേരമായിട്ട് ഓരോ റൈഡിൻ്റെ അടുത്ത് ചെല്ലും. കയറണം എന്ന് പറഞ്ഞ് കയറാൻ തുടങ്ങും. ജസ്റ്റ് ഒന്ന് കയറും, അപ്പം തന്നെ ഇറങ്ങി അടുത്ത റൈഡിലോട്ട് പോകും. അത് തന്നെയാണ് കേട്ടോ പരിപാടി. അതിക്ക് ഹൈറ്റ് ഇല്ലടാ. പ്രശ്നം
ആദ്യം കണ്ടുപിടിച്ച പുതിയ റൈഡ്. എടി അതെന്ത് സിമ്പിൾ നിന്റെ ആ പാവാടയിലെ മുട്ടില്ലേ മുട്ട് മതി അതിന് കണ്ട ആദ്യം വന്നു കൊച്ചൊന്ന് വന്ന് നോക്കി. നീ ആ പുറകെ കൂടെ നോക്കിക്കോ. ഞാൻ പിന്നെ ഒന്നിലും കയറാൻ പറ്റത്തില്ല, എല്ലാത്തിലും ഒരു മടിയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. രണ്ടുപേരും വന്നിട്ട് ഒരുമിച്ച് വന്നാലും രസമുണ്ട്. ഒരു മിനിറ്റ് ആ റെഡി 1 2 നിക്ക് 3 ലെങ്കിച്ച് ഇവിടെ നല്ല സൈക്കിള്. അത് കേറിക്കോ, ഞാൻ കളിത്തരാം. ഈ ഒരു മലങ്കര ഡാമും ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത് നമുക്ക് തൊടുപുഴയിൽ നിന്നാണെങ്കിലും ഒരു 10-15 മിനിറ്റത്തെ ഡ്രൈവ് മാത്രമേ ഉള്ളൂ ഇങ്ങോട്ടേക്ക്. പിന്നെ ഇപ്പോൾ കൂടുതലും ഇവിടെ നല്ല ഒരു തിരക്കെന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ വാഗമൺ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് വരുന്ന ആളുകൾ നമ്മളിപ്പോൾ ഇതിലേയും കൂടെ ഒന്ന് ഇറങ്ങി ഡാമും ഈ ഒരു പരിസരമൊക്കെ കണ്ടു പോകുന്ന ഒരു ഇതുള്ളതുകൊണ്ട് നല്ല തിരക്ക് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ് ഡേ ആയിരുന്നു കേട്ടോ. ഇത്രയും റൈഡ് ഉണ്ടായിട്ട് കുഞ്ഞാപ്പോണ്ട് കയറുന്നു പറഞ്ഞിട്ട് കയറാതെ ലാസ്റ്റ് കയറിയ റൈഡ് കേട്ടോ. കറങ്ങി ലാസ്റ്റ് തല ഇറങ്ങി നടപ്പുണ്ട്. നമ്മൾ വന്ന ടൈം നല്ലൊരു ടൈമായിരുന്നു കേട്ടോ. കാരണം അത്യാവശ്യം നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉള്ളത് നമുക്ക് ഇവിടെ എല്ലാം നന്നായിട്ട് വീഡിയോ എടുക്കാനൊക്കെ പറ്റിയായിരുന്നു. ഇപ്പോൾ ചെറിയൊരു മഴക്കാറും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുടയും കാര്യങ്ങളൊന്നും ഇല്ല. സോ നമുക്ക് വീട്ടിൽ പോകണമായിരിക്കും നല്ലത്. അപ്പോൾ രണ്ടുപേരും തപ്പിപ്പിടിച്ച് വീട്ടിലോട്ട് പോകുന്ന മഴയാ വരാൻ പോണത് കുടയില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ രണ്ടുപേർക്കും വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത പോലെയാണ് സംസാരിച്ച് പോകുന്നത്. ഇനി വരണം കേട്ടോ, ഇനി ഞങ്ങളെ കൊണ്ടുവരെന്നൊക്കെ പറഞ്ഞ് മഴ വെച്ചിട്ടുണ്ട്. മഴയൊക്കെ വരാൻ പോകണമെങ്കിലും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ എപ്പോഴും തിരക്കായിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇന്നാൾ വന്നപ്പോഴും ഇതുപോലെയായിരുന്നു. കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഓടി നടന്ന് കുഞ്ഞാപ്പൂ കളിച്ചൊക്കെ തുടങ്ങി വന്നപ്പോഴത്തേക്കും മഴ പെയ്യുന്ന പോലെ വന്ന് മഴയും പെയ്തു. എപ്പോഴെങ്കിലും ഒന്ന് കറക്റ്റായിട്ട് ഓക്കെ. അപ്പോൾ ഒരു വൈൻഡപ്പ് പറയും പോലും വെയിറ്റ് ചെയ്യാതെ വിഷമിച്ച് കുഞ്ഞാപ്പൂ അതിനെ വിളിച്ചിട്ട് വണ്ടിലോട്ട് പോകണ രംഗോട്ടാ കാണുന്നത്. അപ്പോൾ ഓക്കെ കേസ്, കുഞ്ഞാപ്പൂവിന് വേണ്ടി ഞാനൊരു വൈൻഡപ്പ് പറഞ്ഞേക്കാം. നമുക്ക് ഇനിയും കാണുന്നത് വരെ ഓക്കെ, ബൈ, സി യു. കണ്ടോ മഴ പെയ്യാൻ പോകുമ്പോൾ കാറ്റടിച്ച് ആറ്റിലേക്ക് ഇങ്ങനെ ഒരു ഓളം വെട്ടി വെള്ളങ്ങളിങ്ങനെ പോകുന്നത്. അവിടെ ഞാൻ പറഞ്ഞത് ആ മലയിൽ ഇങ്ങനെ മഴ പെയ്ത് വരുന്ന കാണാനൊക്കെ നല്ല രസമുണ്ട്. പക്ഷേ ഇടി മിന്നും. സോ നമുക്ക് അധികം നേരം ഇവിടെ നിന്ന് സമയം കളയാനില്ല, നമുക്ക് പോയേക്കാം.